ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗോകുലും രാജീവും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവ് കുറച്ച് കാര്യങ്ങളൊക്കെ ഗോകുലിനോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ അന്വേഷണത്തിന് ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ടായി എന്ന് രാജീവ് പറയുമ്പോൾ അതെന്ത് ട്വിസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഗോകുൽ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇസബെല്ലയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആ ഒരു രാത്രിയിൽ അളിയൻ്റെ മുന്നിലേക്ക് അകപ്പെട്ട സമൃദ്ധയുടെ ദൃശ്യമൊന്ന് ഓർത്തു നോക്കിക്കേ എന്ന് രാജീവ് പറയുമ്പോൾ ഗോകുൽ അന്നത്തെ ആ ഒരു ദിവസത്തെ സംഭവങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനെന്താണ് ഇത്ര പ്രത്യേകത? അന്നാണല്ലോ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഓടിക്കയറി വന്നത് എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അന്ന് സമൃദ്ധിക്ക് അപകടം നടന്ന ആ ഒരു സമയത്ത് അളിയൻ മറ്റൊന്നും കണ്ടില്ലേ എന്ന്. ആ ഒരു രാത്രി അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അളിയൻ കാണാതെ പോയതും അറിയാതെ പോയതുമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അളിയൻ്റെ കാറിന് മുന്നിൽ സമൃദ്ധ ഓടിക്കയറി വന്നത് ഒറ്റയ്ക്കായിരുന്നു എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എന്ന് ഗോകുൽ പറയുന്നുണ്ട്. അവിടെയാണ് അളിയന് തെറ്റിയത്. അന്ന് അളിയൻ്റെ കാറിന് മുന്നിലേക്ക് സമൃദ്ധ ഓടിക്കയറി വന്നത് ഒറ്റയ്ക്കായിരുന്നില്ല. ആ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഗൗരിമോളുടെ പ്രായത്തിലുള്ള ഒരു കൈക്കുഞ്ഞ് സമൃദ്ധിയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് രാജീവ് പറയുമ്പോൾ എന്നിട്ട് ആ കുഞ്ഞെവിടെ എന്ന് ഗോകുൽ ചോദിക്കുന്നുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയ ആഘാതത്തിൽ സമൃദ്ധിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് തെറിച്ചുപോയി. സമൃദ്ധ ബോധം കെട്ട് പോവുകയും ചെയ്തു എന്നൊക്കെ രാജീവ് പറയുമ്പോൾ വീണ്ടും ആ ഒരു സന്ദർഭം ഇങ്ങനെ ആലോചിക്കുകയാണ് ഗോകുൽ. സമൃദ്ധിയെ അളിയൻ ആശുപത്രിയിലാക്കി. ഇസബെല്ലയുടെ മരണത്തിന് ശേഷം സമൃദ്ധിയായി അവൾ വീട്ടിലേക്ക് വന്നു. അവളിൽ നിന്നും ആ ഓർമ്മകളില്ലാതായി എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ കുഞ്ഞ് ജീവനോടെയുണ്ടോ? ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും വെറുതെയല്ല. ദൈവമെല്ലാം കൃത്യമായി കണക്ക് കൂട്ടി പ്ലാൻ ചെയ്താണ് നടക്കുന്നത്. അർഹതയുള്ളിടത്ത് തന്നെ എത്തിച്ചേരണം എന്നാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ഗോകുൽ ചോദിക്കുകയാണ്, ഇപ്പോൾ ആ കുഞ്ഞ് എവിടെയുണ്ട് അളിയാ? പറ, ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. ദൈവം വിചാരിച്ചതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ആ വഴിയിൽ 2 പേര് വന്നിരുന്നു. അങ്ങനെ കനിമൊഴിയുടെയും മുരുകൻ്റെയും കാര്യങ്ങളൊക്കെ ഗോകുലിനോട് പറയുകയാണ് രാജീവ്. അപ്പോൾ ആ കുഞ്ഞ് ഇപ്പോഴും അനാഥാലയത്തിലുണ്ടോ എന്ന് ഗോകുൽ ചോദിക്കുന്നുണ്ട്. ഇല്ല, ആ കുഞ്ഞിപ്പോൾ അനാഥാലയത്തിലില്ല. ആ കുഞ്ഞിനെ ഒരു സ്ത്രീ അവിടെ നിന്നും ദത്തെടുത്തു. സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടി ആ കുഞ്ഞ് ഇപ്പോൾ ആ സ്ത്രീയുടെ വീട്ടിൽ കഴിയുന്നുണ്ട് എന്ന് രാജീവ് പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, ആരാണ് സ്ത്രീ? അവരിപ്പോൾ എവിടെയുണ്ട്? ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, അവർ നമ്മുടെ തൊട്ടരികിൽ തന്നെയുണ്ട്. അവന്തികയാണ് ആ കുഞ്ഞിനെ ദത്തെടുത്ത അമ്മ എന്ന് രാജീവ് പറയുന്നതും ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഗോകുൽ. അവന്തികയോ? അപ്പോൾ ചിപ്പിമോള് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗോകുൽ. അതെ, സമൃദ്ധിയുടെ യഥാർത്ഥ കുഞ്ഞ് ചിപ്പിമോളാണെന്ന് രാജീവ് പറയുന്നു. ആശുപത്രിയിൽ നിന്നും അബോധാവസ്ഥയിൽ ഉണർന്ന സമൃദ്ധ ആദ്യം കണ്ടത് കൂടെ കട്ടിലിൽ കിടന്ന ഗൗരിമോളെയാണ്. ഇനി അളിയൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ആ കുഞ്ഞ് നമ്മുടെ കൺമുന്നിലുണ്ട് പക്ഷേ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ രാജീവ്. പക്ഷേ എൻ്റെ ഗൗരിമോൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവളുടെ സ്വന്തം അമ്മയാണ് സമൃദ്ധി എന്നല്ലേ അവൾ വിശ്വസിച്ചിരിക്കുന്നത്. സത്യം അതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്ന് ഗോകുൽ പറയുന്നു. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, അത് നമ്മളല്ല, സമൃദ്ധ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്ങനെ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ട്, അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും രാജീവ്. തൽക്കാലം ഈ കാര്യം മറ്റാരും അറിയണ്ട, സമൃദ്ധ പോലും അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി എന്നൊക്കെ രാജീവ് പറയുന്നു. ശേഷം കാണിക്കുന്ന അർച്ചനയാണ്. അർച്ചന ഇപ്പോൾ ആരതിയുമായി സംസാരിക്കുന്നുണ്ട്. എത്ര കാലം മുന്നോട്ട് പോകാനാണ് അർച്ചനയുടെ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട് ആരതി എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആരതിക്ക് എൻ്റെ അവസ്ഥ അറിയില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്ന് അർച്ചന പറയുമ്പോൾ ആരതി പറയുന്നു, പക്ഷേ കാര്യങ്ങൾ അർച്ചന വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ. ഇപ്പോൾ അർച്ചനയുടെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ എന്ന് ആരതി ചോദിക്കുമ്പോൾ, ആയിഷയായി ഞാൻ ആ വീട്ടിലേക്ക് പോയ സമയം അമ്മയുടെ ദുഃഖം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോള് ഞാനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാം തുറന്നു പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ എനിക്കതിന് കഴിയില്ലല്ലോ എന്നൊക്കെ സങ്കടത്തോടെ പറയുന്നുണ്ട് അർച്ചന. ഇത് കേട്ട് ആരതി പറയുന്നു, അർച്ചനയ്ക്ക് തെറ്റി. കാണാതെ പോയ മകളെ ഓർത്തല്ല ഇപ്പോൾ വേദനിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന അർച്ചനയെ ഓർത്തുള്ള ദുഃഖം തന്നെയാണിപ്പോൾ. ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, ആരതി എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഞാൻ ജീവനോടെ ഉണ്ടെന്ന് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, അർച്ചന ജീവനോടെ ഉണ്ടെന്ന് മാത്രമല്ല അമ്മയ്ക്ക് അറിയാവുന്നത്, ഗോകുൽ സാറിൻ്റെ ഭാര്യയായ വീട്ടിലാണ് ജീവിക്കുന്നതെന്നും അമ്മയ്ക്ക് അറിയാം എന്ന് ആരതി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അർച്ചന. ശേഷം വീണ്ടും ആരതി പറയുന്നുണ്ട്, മക്കളെ ഓർത്തുള്ള ദുഃഖത്തിൽ മരിച്ചു പോകുമെന്നൊരവസ്ഥയിൽ സച്ചി തന്നെയാണ് എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്ന് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണിപ്പോൾ അർച്ചന. ആ ഷോക്കിലാണ് അമ്മയെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലാക്കിയത്. അത് അർച്ചനയ്ക്ക് അറിയാമോ എന്നൊക്കെ ആരതി ചോദിക്കുന്നു. വിവാഹിതയായ സ്വന്തം മകൾ ഭർത്താവിനെയും കുടുംബത്തിനെയും ഉപേക്ഷിച്ച് വേറെ ഏതോ ആളുടെ
ഭാര്യയായി ജീവിക്കുന്നു എന്നറിഞ്ഞാൽ ഏത് അമ്മയാണ് തകർന്നു പോകാത്തത്? ഇത്രയും കാലം സച്ചിയുടെ ദുഃഖം നേരിട്ട് കണ്ട അമ്മയ്ക്ക് എങ്ങനെ അത് സഹിക്കാൻ സാധിക്കുന്നത്? മകളെ കാണണമെന്നുള്ള ആഗ്രഹം അടക്കാൻ കഴിയാതെ പിടഞ്ഞ് പിടഞ്ഞ് അമ്മയുടെ ബോധം പോയ ആ ഒരു സമയം അതൊക്കെ അർച്ചന അറിഞ്ഞിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആരതി. എപ്പോഴും അമ്മ എന്നെ കാണാൻ വന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങൾ അമ്പലത്തിലേക്ക് പോയില്ലേ, ഞാനും സച്ചിയും കൂടി അമ്മയും കൊണ്ട് അവിടേക്ക് വന്നിരുന്നു. 10 വർഷം മുൻപ് കാണാതായ മകളെ ആ അമ്മ ഇന്നലെ ആദ്യമായി അവിടെ വെച്ച് കണ്ടു. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അർച്ചനയോട് പറയുകയാണ് ആരതി. ഇതെല്ലാം കേട്ട് ഇപ്പോൾ കരയുകയാണ് അർച്ചന. അർച്ചനയ്ക്ക് ഉടനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നറിയാം. പക്ഷേ എത്ര നാൾ അമ്മ ഇത് മറ്റാരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കുമെന്നറിയില്ല. ഏത് നിമിഷം വേണമെങ്കിലും അമ്മയുടെ നിയന്ത്രണം വിട്ടുപോകും. ചിലപ്പോൾ അമ്മ പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ അർച്ചനയെ കാണാൻ ഗോകുൽ സാറിൻ്റെ വീട്ടിലേക്ക് പോലും വന്നു എന്നിരിക്കും. അങ്ങനെ വന്നാൽ അത് വലിയൊരു ദുരന്തമായി മാറും. ആരെയും വേദനിപ്പിക്കാതെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. അർച്ചന എന്ത് തീരുമാനത്തിലെത്തിയാലും ഗോകുൽ സാറിൻ്റെ കണ്ണുനീരിൻ്റെയും സച്ചിയുടെ സന്തോഷത്തിൻ്റെ നടുവിൽ കൂടി മാത്രമേ അർച്ചനയ്ക്ക് ജീവിക്കാൻ സാധിക്കൂ. സന്തോഷവും സങ്കടവും ഒരുപോലെ തലയിൽ ചുമന്ന് ഒടുവിൽ ഭൂമി പിളർന്നു പോയ സീതാദേവിയെ പോലെ ഗോകുൽ സാറിനോടും കുടുംബത്തോടുമുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു മാറ്റാതെ ഇനി അർച്ചനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ആരതി പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ ഒരേ ഒരു കടമ്പ എല്ലാ കാര്യങ്ങളും ഗോകുലിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നതാണ്. ഞാനും മോളും കൂടി ആ വീടിന് പടിയിറങ്ങുമ്പോൾ ഗോകുലിനും ആ വീട്ടിലുള്ളവർക്കും ഉണ്ടാകുന്ന ഒരു തകർച്ച അതതിനപ്പുറമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയി. ഏത് നിമിഷവും ഇതെല്ലാം കൂടി പൊട്ടിത്തെറിക്കും. അതിനു മുൻപേ എല്ലാം അവസാനിപ്പിച്ചേ പറ്റൂ. ഇനിയും ഈ അഭിനയം തുടരാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ എല്ലാം അവസാനിപ്പിച്ച് ഞാൻ സച്ചിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അതല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല. സീതാദേവിയെ പോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോകേണ്ടി വന്നാലും ഞാൻ അതിനും തയ്യാറാണ് എന്നൊക്കെ അർച്ചന ഇപ്പോൾ ആരതിയോട് പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ അർച്ചന സ്കൂളിൽ ഗൗരിമോളെയും നോക്കി കാത്തു നിൽക്കുകയാണ്. ഈ സമയം സെക്യൂരിറ്റി ഇപ്പോൾ അർച്ചനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോൾ ഇതുവരെ വന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, അതിന് മോൾ എപ്പോഴേ പോയല്ലോ എന്ന് പറയുമ്പോൾ ആരുടെ കൂടെ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. മോളും കൂട്ടുകാരും കൂടി സച്ചി സാറിനൊപ്പം കാറിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ ഓർത്തു മോളെ കൂട്ടാൻ സച്ചി സാറിനെ ഏൽപ്പിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെയൊക്കെ സെക്യൂരിറ്റി അർച്ചനയോട് പറയുന്നു. ഇല്ല, മോളെ കൂട്ടാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അർച്ചനയും പറയുന്നു. മോൾ എന്തായാലും കൂട്ടുകാരോടൊപ്പം പോയിട്ടുണ്ട്. മേഡം തന്നെ സച്ചി സാറിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കേ എന്നൊക്കെ ഇപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്. ഈശ്വര, ഈ കുട്ടി എന്താ കാണിച്ചത്? മോളെ സച്ചിയേട്ടൻ കൊണ്ടുപോയി എന്ന് ഞാൻ ഗോകുലിനോട് എങ്ങനെ പറയും? മോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് സച്ചിയേട്ടൻ കൊണ്ടുപോയതായിരിക്കും. പക്ഷേ എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു കൊടുത്ത് വീട്ടിലേക്ക് വിട്ടാൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവിടാനാണോ ഉദ്ദേശം? അതോ ഗോകുൽ എങ്ങാനും കണ്ടാൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമല്ലോ, എന്താ ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന വളരെയധികം ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചന ഒന്ന് ആലോചന ശേഷം രാജീവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്, സച്ചിയേട്ടൻ ഗൗരിമോളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നു. അതെന്തിനാ അയാൾ ഗൗരിമോളെ വിളിച്ചുകൊണ്ട് പോയത് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല രാജീവ് സച്ചിയേട്ടനെ ഒന്ന് വിളിക്കാമോ? മോളെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് വിടാൻ പറയുമോ? ഗോകുൽ ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ അർച്ചന ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്. സമൃദ്ധ ടെൻഷൻ ആകണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് മോളെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറയാം എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ ഫോൺ വയ്ക്കുകയാണ്. ഈ സമയം സച്ചി ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഗൗരിയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ ഇന്ദു പറയുന്നുണ്ട്. അമ്മൂമ്മ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ അമ്മു പറയുന്നുണ്ട്. ഇന്നെന്താ നിങ്ങൾ നേരത്തെ എത്തിയോ എന്ന് കമല ചോദിച്ച് അവിടേക്ക് നോക്കുമ്പോൾ ഗൗരി നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ ഇപ്പോൾ വളരെയധികം ആകാംക്ഷയോടെ ഓടി വന്ന് ഗൗരിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കമല. വളരെയധികം സ്നേഹത്തോടെ വാത്സല്യത്തോടെയും കമല ഗൗരിയോട് സംസാരിക്കുന്നു. അമ്മമ്മയുടെ പൊന്നുമോളെ, അമ്മമ്മയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ ഗൗരിയോട് കമല പറയുന്നുണ്ട്. മോളുടെ അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, അമ്മയ്ക്കും അച്ഛനും എല്ലാം സുഖമാണ് എന്ന്. അമ്മമ്മയുടെ കണ്ണ് നിറഞ്ഞല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഗൗരി. എൻ്റെ പൊന്നുമോളെ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കമല. സച്ചി, നീ എന്താ ഗൗരിമോൾ വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറയാതിരുന്നത്? എങ്കിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ എൻ്റെ മോൾക്ക് ഉണ്ടാക്കി വെക്കുമായിരുന്നല്ലോ. ഞാനിപ്പോൾ എന്താ എൻ്റെ മോൾക്ക് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമല. അമ്മമ്മ എന്താ ഗൗരി വന്നപ്പോൾ ഞങ്ങളുടെ കാര്യം മറന്നു പോയോ എന്ന് എന്തോ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരുടെയും കാര്യം മറന്നിട്ടില്ല മക്കളെ, നിങ്ങളെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ, അതുപോലെ അല്ലല്ലോ ഗൗരി, വല്ലപ്പോഴും അല്ലേ മോളെ കാണുന്നത് എന്നൊക്കെ കമല ഇങ്ങനെ പറയുന്നു. അമ്മ ഇങ്ങനെ ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല, ഗൗരിമോൾ നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വൈന്ന് പറഞ്ഞ് കമല ഇപ്പോൾ അവരെ അകത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ അവർ കുട്ടികളെല്ലാം അകത്തേക്ക് പോകുകയാണ്.
അവർ പോയ സമയം സച്ചി ഇപ്പോൾ കമലയോട് പറയുന്നുണ്ട്, അമ്മ അവരുടെ മുന്നിൽ നിയന്ത്രണം വിട്ട് ഒന്നും പറയരുത്. എന്തായാലും അവളുടെ കൊച്ചുമോളല്ലേ എന്ന് കമല പറയുമ്പോൾ, കൊച്ചുമോളായി അവളെ സ്നേഹിക്കാനൊക്കെ സമയം വരും, അതുവരെ നമ്മൾ കാത്തിരിക്കണം എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ അനഘ ഇപ്പോൾ ഗൗരിമോളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് എന്ത് പറ്റി ഇവരുടെ കൂടെ വരാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചി ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു എന്ന് ഗൗരി പറയുമ്പോൾ, പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചു എന്നൊക്കെ കുട്ടികളും പറയുന്നുണ്ട്. ഇന്ദു അമ്മും കൂടി ഡ്രസ്സൊക്കെ മാറാനായി പോകുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് പോകണം, അങ്കിൾ എന്നെ പെട്ടെന്ന് കൊണ്ടുവിടണം കേട്ടോ, എന്നെ കാണാതിരുന്നാൽ അമ്മ വിഷമിക്കും എന്നൊക്കെ ഗൗരി പറയുന്നു. മോക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ചായയാണോ കാപ്പിയാണോ അതോ പാലാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കോഫി മതിയെന്ന് പറയുന്നുണ്ട് ഗൗരി. അങ്ങനെ ഇപ്പോൾ കമല കാപ്പിയൊക്കെ ഉണ്ടാക്കാനായി പോയിട്ടുണ്ട്. മോൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെയെല്ലാം നോക്കുന്ന സമയത്ത് അർച്ചനയുടെ ഫോട്ടോ ഇരിക്കുന്നത് ഗൗരി കാണുന്നു. അങ്കിള്, എൻ്റെ അമ്മയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗൗരി. എന്നാൽ സച്ചി കമലയും ഒക്കെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. ഇത് മോളുടെ അമ്മയുടെ ഫോട്ടോയല്ല, ഇത് ഇവിടുത്തെ അർച്ചന ആൻറ്റിയുടെ ഫോട്ടോയാണെന്ന് സച്ചി പറയുന്നുണ്ട്. അർച്ചന ആൻറ്റിയോ, അതാരാ എന്ന് ഗൗരി ചോദിക്കുമ്പോൾ, അർച്ചന ആൻറ്റി എന്ന് പറഞ്ഞാൽ സച്ചി ഞങ്ങളുടെ ഭാര്യ എന്ന് കമല പറയുന്നു. പക്ഷേ ഇതെൻ്റെ അമ്മയെപ്പോലെയുണ്ടല്ലോ എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. അർച്ചന ആൻറ്റിയെ കാണാൻ മോളുടെ അമ്മയെപ്പോലെ ആയിരുന്നു എന്ന് സച്ചി പറയുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ മുഖം കണ്ണും പോലെ തന്നെയാണല്ലോ ഇത് എന്ന് വീണ്ടും ഗൗരി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെയധികം സംശയത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൗരി. എന്ത് പറയണമെന്നറിയാതെ കമലയും സച്ചിയും നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.